കെ സുധാകരന്റെ ധാർമ്മികതയാണ് ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിൽ വന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ പുറമെ അദ്ദേഹമായി സ്വയമായി ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് നാക്കുപിഴകളും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കെ സുധാകരന് കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനുള്ള, എല്ലാ പോരായ്മകളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുധാകരന്റെ നാക്കുപിഴയും സുധാകരന് എതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ക്ഷീണം തന്നെ സമ്മാനിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. ഇന്നിപ്പോൾ സുധാകരനെതിരെ മറ്റൊരു തട്ടിപ്പുമായുള്ള അല്ലെങ്കിൽ ഒരു ഫണ്ട് തട്ടിപ്പുമായുള്ള ഒരു കേസിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ തമ്പാനൂർ സതീഷാണ് സുധാകരനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു തമ്പാനൂർ സതീഷ്. തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാവും കെ കരുണാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന സതീഷ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും ഏറെ ശ്രദ്ധേയമായിരുന്നു. സാധാരണ പ്രവർത്തകർ കൊടും വെയിലത്ത് വീടുകളിലും മറ്റും കയറിയിറങ്ങിക്കൊണ്ട് പിരിച്ച KPCC ഫണ്ട് മുഴുവൻ സുധാകരൻ കൊള്ളയടിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഫണ്ടിനെ കുറിച്ച് KPCC എക്സിക്യൂട്ടീവിലോ കമ്മിറ്റികളിലോ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഉദയ പാലസിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പരിപാടിയിൽ കയറണമെങ്കിൽ പ്രവർത്തകർ 500 രൂപ വീതം നൽകണമെന്നും നിബന്ധന വെച്ചിട്ടുണ്ട്. ആ പരിപാടി ഇപ്പോൾ പൊളിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണൂരിലെ CPIM നേതാവായ P ശശിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചത് കെ സുധാകരനാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ആ ആരോപണം ഉന്നയിച്ചയാളെ KPCC ഓഫീസിൽ ശമ്പളക്കാരനായി നിയമിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇയാളെ കുടുംബസമേതം തലസ്ഥാനത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നെന്നും വീട് കണ്ടുപിടിച്ചതും വാടക നൽകുന്നതുമെല്ലാം തന്നെ KPCC ആണെന്നും സതീഷ് പറയുന്നുണ്ട്. ഇപ്പോൾ അയാൾ വില്ല വാങ്ങുകയും സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു. അയാൾക്ക് ലക്ഷങ്ങളാണ് KPCCയിൽ നൽകുന്നതെന്നും തമ്പാനൂർ സതീഷ് പറയുകയാണ്. അതായത് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ സുധാകരനെതിരെ കടുത്ത ആരോപണം തന്നെയാണ് സതീഷിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും സുധാകരന്റെ നിലനിൽപ്പ് പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹത്തിന്റെ പല വാവിട്ട വാക്കുകളെല്ലാം തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിന് ക്ഷീണം സമ്മാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സംരാജ്ഞി പരിപാടിയുടെ സമാപന വേദിയിൽ വെച്ച് അദ്ദേഹം പരസ്യമായി തന്നെ കോൺഗ്രസ് സംഘാടകർക്കെതിരെ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരമായി മുന്നോട്ടെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ സമാപന പരിപാടിയിൽ ആളുകളൊന്നും തന്നെയില്ല, ആ വേദികളെല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതായത് ആ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘാടക മികവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരർത്ഥത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അതിന് എതിരെ പോലും സംസാരിക്കുന്ന സാഹചര്യത്തിൽ സുധാകരന് വലിയ തരത്തിൽ കോൺഗ്രസിനൊരു തലവേദനയായി മാറുകയാണ് എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ സുധാകരൻ മനഃപൂർവ്വം പറയുന്നതാണെങ്കിലും മറ്റു പലപ്പോഴും സുധാകരന്റെ നാക്കുപിഴ വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശൻ വരാൻ നേരം വൈകിയ സാഹചര്യത്തിൽ പോലും സുധാകരന്റെ നാക്കിൽ വന്ന ഒരു പിഴ, അതും വലിയ തരത്തിൽ വിവാദമായിരുന്നു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCCയുടെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന നിലയെല്ലാം തന്നെ മറന്നുകൊണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിൽ അത് പാർട്ടിക്ക് പോലും നാണക്കേടായി മാറി എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് കെ സുധാകരൻ എന്നുള്ള വാർത്തകൾ പോലും വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിച്ചെന്നുള്ളതെല്ലാം തന്നെ കോൺഗ്രസിന് കനത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കുകയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹൈബീഡൻ പോലും രംഗത്ത് വന്നത്. പ്രവർത്തകർ നോക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്, അതിനുള്ളിലെ ഇത്തരത്തിലുള്ള പോരുകളെയെല്ലാം. അതുകൊണ്ട് ഇതെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതാണ്. സുധാകരൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കോൺഗ്രസിന് ബാധ്യതയായി മാറുകയാണെന്ന് ഹൈബീഡൻ പോലും പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ നേതാക്കൾ പോലും പ്രതികരിച്ചു തുടങ്ങിയ സുധാകരനെ കുറിച്ചുകൊണ്ട് സുധാകരൻ യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയായി മാറുകയാണെന്ന്. എന്നാൽ ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാലും സുധാകരനെതിരെ മറ്റു വലിയൊരു ആരോപണം കൂടി നിൽക്കുന്നുണ്ട്. അതൊന്ന് മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സുധാകരന്റെ ധാർമ്മികതയെ പോലും അത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരിക്കുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഇമേജിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ് അത് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ശക്തമായ പോരാട്ടം നടക്കാനൊരുങ്ങുകയാണ്. MV ജയരാജനും കെ സുധാകരനും മത്സരിക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോർക്കളമായി കണ്ണൂർ
ലോക്സഭാ മണ്ഡലം മാറും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ സാഹചര്യത്തിൽ സുധാകരന് ഇത്ര വലിയ ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തരത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യരാക്കുന്ന നിയമം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ശക്തമായ തെളിവുകളുമായി സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതി ചേർക്കപ്പെട്ട സുധാകരൻ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് ചർച്ചയെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മോൺസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ രണ്ടാം പ്രതിയാണ് സുധാകരൻ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എറണാകുളം 1ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ സുധാകരന്റെ പങ്ക് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മോൺസണിൽ നിന്ന് സുധാകരൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയുമുണ്ട്. പണം കൈപ്പറ്റിയ ദിവസം മോൺസന്റെ വീട്ടിൽ വന്നതിന് ഡിജിറ്റൽ തെളിവുമുണ്ടെന്നും മോൺസന്റെ കൈവശമുള്ളത് യഥാർത്ഥ വസ്തുവല്ലെന്ന് സുധാകരന് അറിയാമായിരുന്നെന്നും എല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മോൺസൺ എന്ന് പറയുന്ന ഒരു വ്യാജ ഡോക്ടറാണെന്നും സുധാകരൻ അറിയാമായിരുന്നു. എന്നിട്ടും മിണ്ടാതിരുന്നെന്നും സുധാകരൻ ചില കൈക്കൂലിയെല്ലാം തന്നെ കൈപ്പറ്റിയെന്നും അതായത് രണ്ട് ബിസിനസ്സുകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് സുധാകരനെതിരെ ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അതായത് ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരുക്കങ്ങളും പ്രചരണങ്ങളെല്ലാം തന്നെ തകൃതി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കനത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായ K. സുധാകരൻ. അതുകൊണ്ട് തന്നെ K. സുധാകരനെ മാറ്റുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ സുധാകരനെ മത്സരിപ്പിക്കുന്നതെന്നും നിയമസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം കോൺഗ്രസിന്റെ ഈ പ്രവർത്തനത്തിന് പിന്നിലുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പോലും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും സുധാകരന്റെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം തന്നെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നാക്കുപിഴ കൊണ്ടും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ചില രീതികൾ കൊണ്ടും വലിയ തരത്തിൽ തന്നെ കോൺഗ്രസിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്തായിരിക്കാം ജനവിധി എന്നുള്ളത് വളരെ വലിയ ആകാംക്ഷയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്.